ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ അറിയുന്ന കാര്യം, ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന, മന്ത്രിമാരുടെ സെക്രട്ടറി ആയിരുന്ന, പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ ഭാരവാഹിയായിരുന്ന, പാർട്ടിയുടെ നിയമോപദേശകനായിരുന്ന, ഒരു ഘട്ടത്തിൽ നമുക്കറിയാം വിജിലൻസിന്റെ നിയമ പാലകനായി പോലും പാർട്ടി നിയോഗിച്ച വ്യക്തിയെയാണ്, വാസുവിനെയാണ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് ചേർത്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, കള്ളന്മാർ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമേ തന്നെ പറഞ്ഞ കാര്യമാണ്. കപ്പലിൽ നിന്ന് കള്ളന്മാരെ ഒന്നൊന്നായി പിടികൂടണം. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഇടനിലക്കാരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമായിട്ട് ശബരിമലയിലെ കോടിക്കണക്കിന് വിലയുള്ള, വിശ്വാസത്തിൽ ഏറെ, അതിനേക്കാൾ പണത്തിന്റെ വിലയേക്കാൾ വിശ്വാസത്തിന്റെ വില നമുക്കറിയാം, ഏറെ വിശ്വാസമൂല്യമുള്ള ഈ ശബരിമലയുടെ ആരാധന വസ്തുക്കൾ അവിടെ നിന്ന് അഴിച്ചുമാറ്റി അത് ചെന്നൈയിലെത്താൻ കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ പറയുന്നു 1 മാസവും 9 ദിവസം കൊണ്ടാണ് അത് ചെന്നൈയിലെത്തിയത് എന്ന് പറഞ്ഞാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി അത് വിമാനത്തിലല്ല കൊണ്ടുപോയത്, അത് ട്രെയിനിലോ കാറിലോ ലോറിയിലോ അല്ല, പദയാത്രയായിട്ടാണോ ഈ ശബരിമലയിലെ സ്വർണം ചെന്നൈയിലേക്ക് എത്തിച്ചത് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. പദയാത്രയായിട്ട് പോയാൽ പോലും 39 ദിവസം വേണ്ടിവരില്ല. കാരണം എന്താണ് ഈ 39 ദിവസം എടുത്തത്? ഈ സ്വർണം മാറ്റി മറ്റുള്ളവർക്ക് വിറ്റ് കോടികൾ സമ്പാദിച്ച് അതിന് പകരമായിട്ട് ഏതാണ്ട് അതേ രൂപത്തിലുള്ള ചെമ്പ് അവിടെ സ്ഥാപിക്കണം. ആ ചെമ്പ് ഒരുക്കുന്നതുവരെയും അവര് സമയമെടുത്തു. അതുകൊണ്ടാണ് കോടതി നിരീക്ഷണത്തിൽ തന്നെ പറഞ്ഞത് 1 മാസവും 9 ദിവസവും എടുത്തു എന്നാണ് പറഞ്ഞത്. കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. 1-ാം പ്രതിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ കോടതി പറഞ്ഞ ഒരു കാര്യം, ഇത് 2019 മുതൽ 25 വരെയുള്ള നാളുകളിലാണ് ഈ കൊള്ളയ്ക്ക്, കളവിന്, ഗൂഢാലോചനയ്ക്ക്, വിശ്വാസവഞ്ചനയ്ക്ക് പ്രതികൾ ഒരുങ്ങി ആ നടപടികൾ, കുറ്റകരമായ ആ കാര്യങ്ങൾ ചെയ്തത് 2019 മുതൽ 25 വരെയുള്ള കാലത്താണ്. അതുകൊണ്ട് ഈ 2 കാലഘട്ടങ്ങളിലെയും ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾക്കും ദേവസ്വം മന്ത്രിമാർക്കും ഇതിൽ നിയമപരമായും ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം, അതിൽ നിന്ന് അവർക്ക് ഒരു കാരണവശാലും ഒളിച്ചോടാനോ രക്ഷപ്പെടാനോ കഴിയില്ല. കോടതിയുടെ നിരീക്ഷണമില്ലായിരുന്നുവെങ്കിൽ ഹൈക്കോടതിയുടെ 3 ഉത്തരവുകൾ വന്നു. കഴിഞ്ഞ മാസം 6-ാം തീയതി ഞങ്ങള് എല്ലാവരും അത് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചതാണ്. വാർത്താ സമ്മേളനങ്ങളിലും നമ്മളുടെ സമര ജാഥകളിലുമെല്ലാം വിശദീകരിച്ചതാണ്. ഹൈക്കോടതി അന്നേ തന്നെ പറഞ്ഞിരുന്നു, ഇത് ഗൌരവമേറിയ ഗൂഢാലോചനയാണ്. 19 മുതൽ 25 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്ന സംഭവങ്ങൾ കുറ്റകൃത്യങ്ങളുടെ കണ്ണിയാണ്. ആ കുറ്റകൃത്യങ്ങൾ കേവലം ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം ആരോപിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ, ഭരണ നേതൃത്വത്തിന്റെ വലിയ പങ്കാളിത്തം അതിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥേയത്വം സ്വീകരിച്ചവരുണ്ട്, പോറ്റിയിൽ നിന്ന് പങ്കുപറ്റിയവരുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇതിൽ പ്രതികളായിട്ട് വരേണ്ടവരാണ്. കേവലം വാസുവല്ല, നിരവധി വാസുമാർ ഇനിയും ജയിലിൽ പോകേണ്ടവരുണ്ട് എന്ന് ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരളത്തിലെ വിശ്വാസ സമൂഹവും ഒന്നടക്കം ഇതിനോടകം തന്നെ സൂചിപ്പിച്ച കാര്യമാണ്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ചില പെശകുകൾ സംഭവിച്ചിട്ടുണ്ട്, ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഈ കേസിനെ ഒതുക്കി തീർക്കാനും ലഘൂകരിക്കാനുമാണ് കേരള മുഖ്യമന്ത്രി ശ്രമിച്ചത് എങ്കിൽ ഹൈക്കോടതി വീണ്ടും വിശദമായിട്ട് തലനാരിഴ കീറി ഓരോ ഘട്ടത്തിലും 2-3 ഘട്ടങ്ങളിലായി ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതി ഇതിൽ എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, വിജയമല്യ ആരാധകൻ എന്ന നിലയിൽ, വിശ്വാസി എന്ന നിലയിൽ നൽകിയ സ്വർണം എത്ര കിലോയായിരുന്നു, ആ കിലോ സ്വർണത്തിൽ എത്ര സ്വർണം അവിടെ അവശേഷിക്കുന്നുണ്ട്, എത്ര സ്വർണം കട്ടെടുത്തു, ആർക്ക് വിറ്റു, എവിടെ കൊടുത്തു, എത്ര പൈസ സ്വീകരിച്ചു. സാധാരണ ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് 1 പവൻ മോഷ്ടിച്ചാൽ പോലീസ് സ്വീകരിക്കേണ്ട അന്വേഷണ നടപടിയുടെ ഭാഗമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. തൊണ്ടി മുതൽ അത് എത്ര വിലയുള്ളതാണെങ്കിലും ഇല്ലെങ്കിലും അത് കണ്ടെടുക്കണം. ശബരിമല കേസിൽ
1.5 മാസമായിട്ട് കേരള പോലീസ് അന്വേഷിക്കുമ്പോഴും ഇതിലെ നഷ്ടപ്പെട്ട തൊണ്ടി മുതൽ സ്വർണം എവിടെ, ആർക്ക് വിറ്റു, എത്ര രൂപ സമാഹരിച്ചു, അങ്ങനെ ഒരു കുറ്റകൃത്യത്തിന് അതിൽ പണം സമ്പാദിച്ചുവെങ്കിൽ അതുൾപ്പെടെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. ഗവൺമെന്റ് കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുകയാണ്, കള്ളന്മാരുടെ കൂടെയാണ്, കള്ളന്മാർക്ക് കഞ്ഞിവെക്കുന്ന ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല.